മർഹബ. താങ്ക് യു. ഈ നന്ദി പറഞ്ഞിട്ട് തുടങ്ങണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1K സബ്സ്ക്രിപ്ഷൻ അടിച്ചിരിക്കുകയാണ്. 1 വർഷമായി നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. പക്ഷേ സജീവമായി വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് അധികമൊന്നും ആയിട്ടില്ല കേട്ടോ. മുന്നേ ഇടയ്ക്കിടയ്ക്കിടും എന്നുണ്ടെങ്കിലും സജീവമായിട്ടുള്ള വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ബഹ്റൈനിലെ 2ാമത്തെ ലോക്ക്ഡൗൺ വന്നപ്പോഴാണ്. അതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഞാനും സലീംക്കും സാബിറും ഷൗക്കും ഞങ്ങളെല്ലാവരും കൂടിയിട്ടുള്ള ഒരു കേക്ക് മുറിക്കലാണ്. എൻ്റെ ഈ 1000 അല്ലെങ്കിൽ 1K സബ്സ്ക്രിപ്ഷൻ അടിക്കാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരെ എല്ലാവരും വിളിച്ചിട്ട് നമുക്കൊരു 10K സെലിബ്രേഷൻ അടിക്കാം ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ. അപ്പോൾ നമ്മളുടെ വീഡിയോകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് അറിയുന്നത്. ഇപ്പോൾ വ്യൂസ് നന്നായിട്ട് വരുന്നുണ്ട്, സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ കൂടുന്നുണ്ട്. ഇനിയും നല്ല വീഡിയോകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ബഹ്റൈനിൽ നിന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾ തന്ന അല്ലെങ്കിൽ നമ്മളുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഇതിൻ്റെ ചെറിയൊരു കേക്ക് മുറിച്ച് ഞങ്ങൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി. ഈ വീഡിയോ കാണുമ്പോഴും നമ്മുടെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണൊക്കെ എടുത്തിട്ടൊന്ന് അമർത്തി എല്ലാവരിലും എത്തിക്കുക. യൂട്യൂബിലെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് കിട്ടണമെങ്കിൽ ഇനിയും സബ്സ്ക്രിപ്ഷൻ വേണം. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഞാനിടുന്ന വീഡിയോ കാണുന്നുണ്ട് എന്നോട് പറയുമ്പോൾ കിട്ടുന്ന സന്തോഷവും. നമ്മൾ വീഡിയോ എടുത്തിട്ട് ഒരു 3-4 കടക്കാർ പറഞ്ഞു നിങ്ങളുടെ വീഡിയോ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ബിസിനസ് കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൽ നിന്ന് കിട്ടിയ സന്തോഷം അത് വളരെ വലുതാണ്. ഇനിയും നിങ്ങൾക്കറിയാവുന്ന റെസ്റ്റോറൻറ്റുകളെ കുറിച്ചിട്ട് നമ്മളെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനിയും വീഡിയോകൾ ചെയ്യാം, ഞാൻ വരാം. അപ്പോൾ ഈ സന്തോഷം നമുക്ക് എല്ലാവർക്കും കൂടി ആഘോഷിക്കാം. ഇതിൻ്റെ കൂടെ അടുത്ത് ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് 3-4 വീഡിയോ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതും എല്ലാവരും കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണുക. കൊറോണ തുടങ്ങിയിട്ട് ആദ്യത്തെ ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ തുടങ്ങിയതാണ് നമ്മുടെ ഈ ചാനൽ. അതിൻ്റെ കൂടെ ഇങ്ങനെ തുടങ്ങി ഇപ്പോൾ 1K സബ്സ്ക്രിപ്ഷനിലെത്തിയിട്ടുണ്ട്. നമ്മളെ യൂട്യൂബ് ചാനൽ അല്ലാണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലും നമ്മളുണ്ട്. ഇപ്പോൾ നിങ്ങളെല്ലാവരും അവിടെ പോയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇത് വലിയൊരു സന്തോഷം തരുന്ന അതാണ്. എന്താ വെച്ചാൽ കൂടെ നിൽക്കുന്നവരും കൂടെ ഉള്ളവരുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ വിജയം. നിങ്ങൾ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഇനിയും ആ സപ്പോർട്ട് തുടർന്നുണ്ടാകുക. ഇനി യൂട്യൂബ് പറയുന്ന അടുത്ത കടമ്പയായ 4000 മണിക്കൂർ വാച്ചിങ് അവേഴ്സും കൂടി വേണം നമുക്ക്. അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ കുറച്ച് നീളം കൂട്ടിയത്. കാരണം അവരുടെ പുതിയ നിയമങ്ങളിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം 3 മിനിറ്റിന് താഴെയുള്ള വീഡിയോകളല്ലേ. അപ്പോൾ അവർ പറയണത് കുറഞ്ഞതൊരു 15 മിനിറ്റെങ്കിലുള്ള വീഡിയോ വേണമെന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോനെ ഞാൻ എല്ലാം കൂടി ഒരു 20 മിനിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും മുഴുവൻ കാണാം. ആ 4000 മണിക്കൂർ എന്നുള്ള കടമ്പയിലേക്ക് നമുക്ക് ആ കടമ്പ കടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവൻ കാണണം പ്ലീസ്. മർഹബ. എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഈ ഈദിന് ബിരിയാണി ഇവിടെ നിന്നല്ലേ. ഇതൊരു കോംബോ ആണ്. ബക്കറ്റ് ബിരിയാണി, നല്ല കോഴിക്കോടൻ ബിരിയാണിയാണ് കേട്ടോ ഇത്. കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി, അതിൻ്റെ കൂടെ ചിക്കൻ 65, കൂടെ കുലുക്കി സർബത്ത്. ഇങ്ങനെയുള്ള കോംബോ ആണ് ഇത്തവണത്തെ പെരുന്നാളിന് ഭരണിയിൽ നിന്ന്. ഇത് കാണുന്നത് കോഴിക്കോടൻ ചിക്കൻ ദം ബിരിയാണിയാണ്. ഇത് കൂടാതെ റഹ്മത്തിലെ ബീഫ് ബിരിയാണി,
മലബാർ മട്ടൻ ബിരിയാണിയുണ്ട്, ഇതേപോലെ തന്നെ ബക്കറ്റ് കോംബോ. അപ്പോൾ ഈ പെരുന്നാളിന് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ഭരണിയിലേക്ക് പോവുക, അവരുടെ ഈ കോംബോ വാങ്ങിച്ച് കഴിക്കാം, എന്നിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ എല്ലാവരോടും ഈദ് മുബാറക്. മർഹബ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. ഈ കാണുന്നതുണ്ടല്ലോ ഒരു ഹൈദരാബാദി ബിരിയാണിയാണ്. ഇതാണ് ഹൈദരാബാദി ചോയ്സ്, ഉമ്മുൽ ഹസത്ത് ഇട്ട. രണ്ടാം പെരുന്നാളായതുകൊണ്ട് അവിടെ നിന്ന് വന്ന് 2 മട്ടൻ ബിരിയാണി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഓറഞ്ച് അലർട്ടിലായതുകൊണ്ട് തന്നെ ഡൈനിങ്ങിലെല്ലാം റിസ്ട്രിക്ഷൻസിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ വാങ്ങിച്ചു കൊണ്ടാന്ന് വിചാരിച്ചു. ഇത് ഓർഡർ ചെയ്ത മട്ടൻ ബിരിയാണി വന്നു. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിട്ട് ഇതുപോലുള്ള ബഹ്റൈനിലെ അടിപൊളി ഫുഡുകളുടെ വീഡിയോസ് ഇനിയും വരാനുണ്ട്. സാബിറാണ് നമ്മുടെ മട്ടൻ ബിരിയാണി തുറക്കുന്നത്. ഇനി ഇതിൻ്റെ വിശേഷങ്ങളാവാം നമുക്ക്. ഹൈദരാബാദ് ചോയ്സിലെ മട്ടൻ ബിരിയാണിയാണ് കേട്ടോ നമ്മൾ കഴിച്ചിട്ടുള്ളത്. കഴിച്ചോട്ടെ. ആദ്യം റൈസ് കഴിച്ച് നോക്കിക്കാം. അവരുടെ നല്ല സ്പൈസസിൻ്റെ നല്ല മണടിയുന്നുണ്ട്, വായ നന്നായിട്ട് വെള്ളവും വരുന്നുണ്ട്. കഴിച്ചോട്ടെ. ഒരു ചിക്കൻ ബിരിയാണിയാണ് ഞാൻ കഴിച്ചിട്ടുള്ളൂ. ഒരു രക്ഷയില്ലാത്ത മട്ടൻ ബിരിയാണി. മട്ടൻ്റെ ഒരു പീസ് എടുത്തോക്കാം. അവരുടെ ഈ ഹൈദരാബാദി ബിരിയാണികളിലെ ഈ മസാല നന്നായിട്ട് ഇറച്ചി കുടിച്ചല്ലോ. കണ്ടോ, കുറച്ച് ചോറും കൂടിയും കൂട്ടി പൊളിയാണ്. മർഹബ. പഴംപൊരിയും ബീഫും പൊറോട്ടയിലിട്ട് റോൾ ചെയ്തിട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാ? ഇല്ല അല്ലേ? ഇതാ ഒരു റോള്. ഇത് മാത്രമല്ല, ഇതാ ചിക്കൻ തവ റോള്. ഇങ്ങനെ 2 റോളുകളുടെ വിശേഷമാണ് കേട്ടോ ഇന്ന്. ആദ്യം തന്നെ പഴംപൊരി റോൾ ഉണ്ടാക്കാം. അതിലേക്കുണ്ടല്ല നല്ലൊരു പൊറോട്ട എടുത്ത് വെക്കുക. കേരളത്തിൽ പിന്നെ ഇതിൻ്റെ പേരിപ്പോൾ വേറെയാണ് പഴംപൊരിക്ക്. എന്നാലും ഒരു പഴംപൊരി അതിലേക്ക് എടുത്ത് വെക്കുക. നല്ല തേങ്ങാക്കത്തോട് കൂടിയിട്ടുള്ള ബീഫിൻ്റെ ചാറോട് കൂടിയിട്ടുള്ള ബീഫ്. ഇതാണ് ഈ റോളിൻ്റെ ഹൈലൈറ്റ്. എന്നിട്ട് ഇതെല്ലാം കൂട്ടിയിട്ടുണ്ടല്ലോ ഒരു റോളിംഗ് ഉണ്ട്. കണ്ടില്ലേ? ഇതാണ് പഴംപൊരി ബീഫും കൂട്ടിയിട്ടുള്ള റോള്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒരു സബ്സ്ക്രൈബറുണ്ട് പെടച്ചേക്ക്. ഒന്നും നോക്കണ്ട, ഇതുപോലത്തെ പല വീഡിയോകളും ബഹ്റൈനിൽ നിങ്ങൾക്ക് കാണണ്ടേ. അങ്ങനെ ബീഫ് പഴംപൊരി റോള് റെഡി. അടുത്തത് കണ്ടില്ലേ, പൊറോട്ടയും ഓംലെറ്റും കൂടി ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ ടിക്ക, അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സലാഡ്സ്, പിന്നെ ഇവരുടെ സ്പെഷ്യൽ ഗ്രീൻ ചട്ടിയും ടൊമാറ്റോ സോസും, ഇതും കൂട്ടിയിട്ടുള്ള റോളാണ് കേട്ടോ അടുത്തത്. ബഹ്റൈനിൽ വന്നിട്ട് നിങ്ങൾ ഇതുവരെ പഴംപൊരി പൊറോട്ടയും ബീഫും കൂടിയിട്ട് റോൾ ചെയ്ത് കഴിക്കെങ്കിൽ തോന്നിയിട്ടുണ്ടോ? എൻ്റെ കയ്യിലിരിക്കുന്നത് അതാണ്. ഇതെവിടെയാണെന്നുള്ളത് ഇത് നമ്മുടെ ഭരണി റെസ്റ്റോറൻറ്റിലാണുള്ള സാധനം ഉള്ളത്. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ചോട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. കണ്ടാ, വാഴയുടെ ഇലയിൽ പൊതിഞ്ഞ് കിടക്കുന്ന പൊറോട്ട, അതിൻ്റെ മുകളിൽ ബീഫ്,
പൊന്നു സാറേ കഴിച്ചോട്ടെ. കഴിക്കാൻ പോട്ടാ. പഴംപൊലിക്ക് എത്തിയിട്ടില്ല, ഒരു കടിയും കൂടിയും കടിക്കേണ്ടി വരും. പക്ഷെ ബീഫിൻ്റെ പൊറോട്ടയിൽ ഒന്നും പറയാനില്ലല്ലോ. ഇപ്പോഴാണ് ആ ഫ്ലേവറിലേക്ക് എത്തിയത്. പഴംപൊരി, ബീഫ്, പൊറോട്ട, ഒന്നും പറയാനില്ല. അടിപൊളി. ഇത് ഇവരുടെ തന്നെ അടുത്ത സാധനമാണ് ചിക്കൻ തവ റോള്. ഇതും കൂടിയും കഴിച്ചു നോക്കാം. ഈവനിങ് സ്നാക്സിൽ പൊളി സാധനമായിരിക്കുള്ളൂ ഇതൊക്കെ. അത്യാവശ്യം വിശപ്പ് മാറാനൊക്കെ നമുക്കിത് മതി. ഇതും കൂടി ഒന്ന് കഴിച്ചോട്ടെ. ഇത് ഉണ്ടാക്കിയിട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് കഴിച്ചു നോക്കണം തോന്നി. അതിൽ പറ്റിയ സാധനം വാഴൻ്റെ ഇല നിങ്ങളുടെ കീറിയെടുക്കുക. ചിക്കൻ തവ റോള്. ഇതിനകത്തേ ഒരു ഗ്രീൻ ചട്നിയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവർ പൊളിയാട്ടോ. ശരിക്കും ഷവർമ്മയല്ല, നമ്മൾ ഈ മൽഗൂം എന്നൊക്കെ പറയുന്ന സാധനമല്ലേ, അറബിയിൽ മൽഗൂം എന്നൊക്കെ പറയുന്നതാണ്. അതിൻ്റെ ഒരു ഫ്ലേവറിൻ്റെ ഒരു കടിപൊളി അടിച്ചു വയ്ക്കുക. ഈ പൊറോട്ടയുടെ കൂടെ തന്നെ ഈ ഓംപ്ലേറ്റ് ഉണ്ട്, അതിന് മുകളിൽ തന്തൂരി ചിക്കൻ, പിന്നെ ഒരു ഗ്രീൻ ചട്നി. അതിന് ടേസ്റ്റ് ഉണ്ടല്ലോ. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ ഒന്നും പറയാനില്ല, പൊളി സാധനമാണ് അത്. ഇത് ഞാനിന്ന് മുഴുവൻ തിന്നും. അടിപൊളി. അതിൻ്റെ കൂടെ ഇവരുടെ സാമ്പാർ ചായ നല്ല ചൂടുണ്ട്, പിന്നെ ഊതി ഊതി കുടിക്കുക. അടിപൊളി സാധനം ഉണ്ടാകും ഈ സാധനം. പിന്നെ പഴംപൊരി ഇതിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ നാടൻ സാധനം, മസ്റ്റ് ട്രൈ. ഇതാണ് അപ്പോൾ കിട്ടുന്ന സ്ഥലം, നമ്മുടെ ഉമ്മുൽ ഹസത്തുള്ള ഭരണി റെസ്റ്റോറൻറ്റ്. അപ്പോൾ എല്ലാവരും അവിടെ പോയി ഇത് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. അടുത്ത വീഡിയോയിൽ കാണാം. മഅസ്സലാമ. മർഹബ. ഇതൊരു യമനി റെസ്റ്റോറൻ്റാണ്. ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ പറയാനുണ്ട്. ദുബായിൽ നിന്നും ഖത്തറിൽ നിന്നും ബഹ്റൈനിലെത്തിയ ഒരു യമനി റെസ്റ്റോറൻറ്റ്. മട്ടൻ വെറും ജ്യൂസി പൊളി സാധനം വീഴും. ഏത്തത് വരി വീഴുന്നു. മട്ടനും കുട്ടീനെയും ഇന്ന് പിടിച്ചു നോക്കാം. ചിക്കൻ കറി പൊളിതാണല്ലേ. യമനിലെ അദറുൽ മൗത്ത് എന്ന് പറയുന്ന ഭാഗത്തെ കല്യാണങ്ങളിലും ആർഭാടങ്ങളിലും ആഘോഷങ്ങളിലെല്ലാം ഉണ്ടാക്കുന്ന അതേ സാധനം. ഇതാണ് ബൈത്തുൽ മർഹബ് റെസ്റ്റോറൻറ്റ് ബുസൈത്തീൻ. തുടങ്ങുന്നതിന് മുൻപ് ആ സബ്സ്ക്രൈബർ ബട്ടൺ ഒന്ന് അമർത്താൻ മറക്കണ്ട. നോട്ടിഫിക്കേഷനിലെ ആ ബെൽ ബട്ടനും കൂടി അമർത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോകളൊക്കെ എനിക്ക് നേരത്തെ തന്നെ ഉണ്ട് കിട്ടും. ഇവിടെ കൂടുതലും കണ്ടിട്ടുള്ളത് വൈറ്റ് റൈസിലാണല്ലോ, പക്ഷേ ഇവരിവിടെ ഉണ്ടാക്കുന്നത് യമനിലെ ഷാബി റൈസ് മെത്തേഡിലാണുള്ളത്.
ഒരു യമനി സ്വദേശിയുടെ കയ്യിൽ നിന്ന് യമനി ട്രഡീഷണൽ ഫുഡ് കഴിക്കാം, അതും ഇതുപോലുള്ള അടിപൊളി ആംബിയൻസിൽ. ചിക്കൻ മദ്ഫൂൺ, മട്ടൻ മദ്ഫൂൺ, മട്ടൻ മന്തി, ചിക്കൻ മന്തി, പിന്നെ ഇവിടുത്തെ ഇവരുടെ സ്പെഷ്യൽ ഐറ്റം ഉണ്ട് മട്ടൻ ഹനീത്. ഈ വാരിയെല്ലും ഷോൾഡർ പീസ് എല്ലാം കൂടിയിട്ടുള്ളത്. മെനുവില് മന്തി ചിക്കൻ ഉണ്ട്, മധുബി ചിക്കൻ ഉണ്ട്, മധുഫൂൺ ചിക്കൻ ഉണ്ട്, മട്ടൻ മന്തിയും ചിക്കൻ മന്തിയും മദ്ഫൂണും അങ്ങനെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട് അവരുടെ മെനുവിൽ. ഈ മട്ടൻ മന്തി ഉണ്ടല്ലോ, ഏകദേശം ഒരു 15 ആൾക്ക് കഴിക്കാവുന്ന ഒരു ഫുൾ ആടിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. മന്തിയും ഓർഡർ ചെയ്ത് കാത്തിരിക്കാൻ നമ്മുടെ അടുത്തേക്ക് ഇതാ ചൂടൻ സൂപ്പും സലാഡും എത്തി. നല്ല ചൂടുണ്ട് അല്ലേ? മട്ടനാണെന്ന് തോന്നുന്നു. മട്ടൻ സൂപ്പാണ്. ദേ വരുന്നു രാജകീയമായി സ്വർണ്ണത്തളികയിൽ യമനിൻ്റെ തനത് രുചിയായിട്ടുള്ള മട്ടനും ചിക്കനും അടങ്ങിയ മന്തി. ചിക്കൻ കാലാണ് അറബികളുടെ സ്നേഹവും സാഹോദര്യവും തിരിച്ചറിയണമെന്നുണ്ടല്ലോ. ഇതുപോലെ ഒരു താലത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കണം. ഈ മട്ടൻ്റെ വേവ് ഉണ്ടല്ലോ, ഇത് ഞാൻ കണ്ടിട്ട് അവരോട് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങളത് കുക്ക് ചെയ്യണതെന്ന്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലുമിനിയം ഫോയിലിൽ ഈ അവരുടെ യുണീക്ക് സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് ഈ മട്ടനെ ഓവനിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. അതാണ് ഇതിന് ഇത്ര വേവും അതിൻ്റെ ടേസ്റ്റ് ഒന്നും നമുക്ക് നഷ്ടപ്പെടാതെ നമുക്ക് തരാൻ അവർക്ക് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മട്ടൻ്റെ ശരിക്കുള്ള ടേസ്റ്റും കിട്ടും. നമുക്ക് റൈസിൻ്റെ കാര്യം അൺലിമിറ്റഡ് ആണ്. അവരോട് ചോദിച്ചാൽ പിന്നെയും അവർ റൈസ് തരും. ഇവരൊരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട്. ചിക്കൻ ഉണ്ട്, സുർബിയാൻ ചിക്കൻ. 2 ടൈപ്പ് ചിക്കൻ ഉണ്ട്, മദ്ഫൂണും പിന്നെ സുർബിയാണ്. അങ്ങനത്തെ ഒരു പേര് പറഞ്ഞു. അത് നമുക്ക് പിന്നെ ചോദിച്ചിട്ട് പറയാം. കുറച്ചായിട്ട് പറഞ്ഞു. അത് വേറെ ഒന്നുമല്ല, മന്തിയും മദ്ഫൂണുമാണ് ചിക്കൻ. ഇതാണ് വേവ്. അടിപൊളി ചിക്കൻ. മട്ടനും കുട്ടീനെ ഇന്ന് പിടിച്ചു നോക്കാം. ചിക്കൻ ഇതിന്റെ പേര് എനിക്ക് അറിയില്ല. മട്ടൻ വെറും ജ്യൂസി പൊളി സാധനം. ഇതേണ്ടില്ലേ വീഴുന്നു, ഏത്തള് വരി വീഴുന്നു. ചിക്കൻ കറി പൊളി സാധനല്ലേ? നിങ്ങൾക്കാ ചിക്കനാ? ഇതുപോലെ ഇരുന്ന് നമ്മുടെ സ്നേഹത്തോടെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ബൈത്തുൽ മർഹബ് ബുസൈത്തീനിൽ പോവാം. ബഹ്റൈനിൽ എല്ലായിടത്തും അവർക്ക് ഡെലിവറി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ മാസലാമ.